നമ്മളിപ്പോൾ ലോൺ അടച്ച് ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. അത് വേറെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നവരെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും വൈറലായി പോകുന്നത് എപ്പോഴും നെഗറ്റീവ് പറയുന്നത്. അതാണല്ലോ. അപ്പം ആ ആള് ലാസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നെഗറ്റീവ് ഉള്ളൊരു കൺട്രിയിൽ എന്തിനാണ് നിൽക്കുന്നത്? ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നൂടെ? ആ സ്റ്റുഡൻറ്റ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അയാൾ അവിടെ നിന്ന് പിന്നെ PSW നിന്നു. അയാളവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ തന്നെ പറയുന്നുണ്ട്, ആൾക്ക് ഒരു ബൊട്ടീക്ക് പോലുള്ള എന്തോ ഒരു കാര്യം ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഓപ്പർച്യൂണിറ്റി ആൾ യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു. ആ ബിസിനസ് ചെയ്തിട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിസ എന്ന് പറയുന്നത്, സെൽഫ് സ്പോൺസർഷിപ്പ് വിസ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് അവിടെ PR ആവാം. അപ്പം അത് അവിടെ ഉള്ള റിസോഴ്സുകളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ അവിടെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പം ഞാൻ പോകുന്ന സമയത്ത് PSW ഇല്ല. 13-14 മാസത്തെ കോഴ്സാണുള്ളത്. നമുക്ക് 3 മാസം കൂടെ എക്സ്ട്രാ കിട്ടുമായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. അപ്പം ആ ഓപ്പർച്യൂണിറ്റികളെ നമ്മൾ പിന്നെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത്